അങ്ങനെ നമ്മള് ഡാഫോഡിൽസ് പാടത്തെത്തി. ഡാഫോഡിൽസ് പാടം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെറിയൊരു ട്രാവൽ വീഡിയോ തന്നെയാണ്. ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ഫാം, അതായത് ഫ്ലവേഴ്സിൻ്റെ, നമ്മുടെ ഡാഫോഡിൽസ് എന്ന് പറഞ്ഞ ഫ്ലവർ ഉണ്ടല്ലോ, അതിങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു ഫാമുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ യാത്ര. ഇത് ഇപ്പോൾ തണുപ്പൊക്കെ മാറി, ഇപ്പം നല്ല വെയിലിൻ്റെ സമയമാണ്, ചൂട് സമയമായി. അപ്പോൾ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ 1-ാം തീയതി തൊട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 1-ാം തീയതിക്ക് ശേഷം, അതായത് ഈ ചൂട് വരുന്ന സമയത്ത് മുഴുവൻ ഈ ചെടികളൊക്കെ പൂത്ത് നല്ല അടിപൊളി. എന്നിട്ടാ പോയപ്പോൾ ഒരു റേഞ്ച് റോവർ പോയത് കാണണേട്ടാ. അങ്ങനെ ഈ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ചെടികളൊക്കെ പൂത്ത് നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള പല കളറുകളുള്ള കുറേ പൂക്കളുണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ഡാഫോഡിൽസ് എന്ന് പറഞ്ഞൊരു ഫ്ലവർ കാണാനാണ്. അത് ഫുള്ള് യെല്ലോ കളറാണെന്ന് തോന്നണേ. യെല്ലോ കളറാണ് അത് മൊത്തം. അപ്പം നമുക്ക് അവിടേക്കുള്ള യാത്രയാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ ഫ്രീക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. പെരും വെയിലാണ്. നമ്മൾ ഇവിടെ സാധാരണ എപ്പോഴും ഞാൻ തണുപ്പാന്നല്ല പറയാറ്. ഇപ്പോൾ ഭയങ്കര വെയിലടിച്ച് ആ ഊപ്പാടലായിരിക്കും നിൽക്കണേ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ കുറച്ച് ദൂരമേ ഉള്ളൂ യാത്രയ്ക്ക്. നമ്മൾ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൂടെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചെന്നില്ലേ, നമ്മുടെ കൂട്ടുകാരൻ B4 ബോസിലാണ് പോകുന്നത് കേട്ടാ. ഇവിടെ നമുക്ക് വണ്ടിയുടെ നമ്പറൊക്കെ നമ്മുടെ ഇഷ്ടമുള്ളത് ഒരു കുറച്ച് രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. വണ്ടിക്ക് പേരല്ല, നമ്പർ ഇടാം. ഈ നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ സ്വന്തം നമ്പറാണ്. അതായത് ഇപ്പം ഈ വണ്ടി മാറ്റി വേറൊരു വണ്ടി മേടിക്കുകയാണെങ്കിൽ അവനിനി ഈ നമ്പർ തന്നെ ആ വണ്ടിക്ക് ഇടാം. ഇത് പിന്നെ ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേഴ്സണൽ നമ്പറായി. അത് ഏത് വണ്ടി മേടിക്കുകയാണെങ്കിലും ഈ നമ്പർ തന്നെ അവന് യൂസ് ചെയ്യാം. ഇതിൽ മുന്നേ ഔട്ട്ലാൻഡർ ആയിരുന്നു, അതിന് ഈ നമ്പർ തന്നെയായിരുന്നു. അങ്ങനെ ഇവൻ B4 ബോസ് എടുത്തു. അത് ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ ബോസിന് മാത്രമാവും നോക്കിയാൽ മതി. അപ്പോൾ അത് വേറൊരാൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ B4 ബോസാണ് പിന്നെ കിട്ടിയത്. അപ്പോൾ അതങ്ങനെ എടുത്തു. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് വണ്ടി നിർത്തിയതാണ്. നല്ല ഭംഗി കാണാനായിട്ട് ഫുള്ള് നല്ല മലനിരകളും അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല നീലാകാശം, നല്ല സെറ്റപ്പായിട്ട് നിൽക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ നിർത്തി എല്ലാ സ്ഥലങ്ങളും ഒന്ന് കാണിച്ചു തരണ്ടേ നിങ്ങൾക്കൊക്കെ. നമ്മളെപ്പോഴും റോഡ് മാത്രം കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഇവിടെ ഇവരൊക്കെ ഫുൾ സെറ്റാണ്. അപ്പോൾ സഞ്ജയെ, നമുക്ക് പൂക്കൾ കാണാൻ പോവല്ലേ? ആശ, ആശയും സഞ്ജയ് ഉണ്ട്. പിന്നെ നമ്മുടെ മാത്തുകൂട്ടനും ഉണ്ട് അതിനകത്ത്. മാത്തു ഹായ് പറഞ്ഞേ, ഹലോ പറഞ്ഞേ. മാധവൻ ഭയങ്കര പൂക്കളൊക്കെ കാണാനായിട്ട് ഫുൾ പവറിൽ നിൽക്കുക. അപ്പൊ നമുക്ക് നേരെ വിട്ടാലോ സഞ്ജയെ? അങ്ങനെ നമ്മുടെ ഡാഫോഡിൽസിലേക്ക് എൻട്രി ആവാൻ കേട്ടാ. ഇവിടെയാണ് സംഭവം. ഷോക്കൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. എനിക്ക് തോന്നണേ മൃഗങ്ങളൊന്നും ചാടാതിരിക്കാൻ വേണ്ടിട്ടാവൂല്ലേ? ആശ അവിടെ പിക്ക് ഫസ്റ്റ് പേ അറ്റ് ദ ഷെഡ്. $10 ഫോർ 30 ഡാഫോഡിൽസ്. വി ആർ എ ചാരിറ്റബിൾ ട്രസ്റ്റ്. 30 ഫ്ലവർ എടുക്കാം $10 കേട്ടാ. അപ്പം ഞങ്ങളിങ്ങനെ അതിൽ കയറി
മുട്ടുകൾ പറിക്കരുതെന്ന് പറയുന്നത് കേട്ടാ. വണ്ടല്ലേ അത്? തേൻ കുടിക്കാൻ വേണ്ടി വന്നു. ഞങ്ങള് പതുക്കലേക്ക് കയറി. എനിക്ക് തോന്നണേ നല്ല സീസൺ ടൈം ആകുമ്പോ എനിക്ക് തോന്നണേ 1 മാസം കൊണ്ട് കഴിയായിരിക്കും അല്ലേ? അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എന്തോടാ അയ്യോ ഷൂട്ടില്ല മാത്തുന്റെ. കുഴപ്പമില്ല നടത്തണമെങ്കിൽ നടന്നോളൂ, പ്രശ്നമില്ല, പുല്ലല്ലേ. ഇതാണ് നമ്മുടെ ഈ ഫാമിൻ്റെ മെയിൻ എൻട്രൻസ്. കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു വീഡിയോ കണ്ടില്ലേ, ആ ഭാഗമാണ് ഇതൊക്കെ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ വരുന്നത്. ഇവിടെ അങ്ങേ അറ്റം വരെ ഈ ഫ്ലവറുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, ചെടികളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു 1 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ നിറയെ പൂക്കളാവും. ഇപ്പം ലേശം കുറവാണ് പൂക്കള്. അവിടെ ഒരു കോഫി ഹൗസ് ഉണ്ട്. അവിടെ പോയിട്ട് വേണമെങ്കിൽ കോഫിക്ക് കഴിക്കാം. ഇൻഫർമേഷൻ സെൻറ്ററും കൂടിയാണ് അത് കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു വലിയൊരു പറമ്പ്, നല്ല ഈ മരങ്ങളിലെ ഇലക്കൊക്കെ പൊഴിഞ്ഞിരിക്കുന്നുണ്ടോ. അത് തണുപ്പാകുമ്പോൾ ഉണ്ടാകുന്ന സംഭവം. കുറച്ച് കഴിയുമ്പോൾ ഇലകളൊക്കെ വന്നു തുടങ്ങും. അങ്ങനെ ഫുള്ള് നല്ല പച്ചപ്പിൽ നിൽക്കും. അതൊരു വീട് തന്നെയാണ് കേട്ടോ, വേറെ കേസൊന്നുമല്ല, വീട് തന്നെയാണ്. പിന്നെന്തുവാ, അവിടെ ചെറിയൊരു തടാകമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നണേ അവിടുന്ന് അതൊരു കനാല എന്താണോ സംഭവം, നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ എവിടേക്കാ മുങ്ങിയേ? അതെ, ഇവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ട് എനിക്ക് തോന്നണേ ഇതിവിടെ നനയ്ക്കാനും മറ്റും ഉപയോഗിക്കണം. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ, നനയ്ക്കലൊന്നും. എന്നാലും ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇതിൽ കൂടെ ഒക്കെ ചെറിയൊരു ചാലുണ്ട് കേട്ടോ. അങ്ങോട്ട് ചാടാൻ പറ്റില്ല, മാത്തുവിനെ കൊണ്ട് അങ്ങോട്ട് ചാടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവിടെ താറാവൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഉണ്ടോ താറാവിനെ? ഉണ്ടോ താറാവൊക്കെ നിൽക്കുന്നുണ്ടേ. ഇതൊന്നും ഇവർ വളർത്തണതായിരിക്കില്ല കേട്ടോ. ഇതൊക്കെ ചുമ്മാ നമ്മുടെ നാട്ടിലത്തെ പോലെ കാക്കിയും അങ്ങനെയുള്ള കിളികളൊക്കെ ഇല്ലേ, പക്ഷികളൊക്കെ ഇല്ലേ, അതുപോലെ ഇവിടെ ലോക്കൽ ഇതിൽ നമുക്ക് ഇഷ്ടം പോലെ താറാവുകളെ കാണാം. താറാവ്, പിന്നെ മാത്തും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ. അത് ശരി, കണ്ടോ. കാറ് കിടക്കുന്നുണ്ടാ, മറ്റേ വോക്സ് വാഗൻ്റെ കാറാന്നുകൊണ്ട് അത്. അപ്പം അങ്ങനെ ഈ ചെടിയുടെ ഇല നോക്കിയ വെള്ള കളറല്ലേ, നല്ല ബ്യൂട്ടി ആയിട്ടില്ലേ, വെള്ള കളറിലല്ലേ. ഒന്നോളിടാതിരുന്ന ചെറുക്ക. നമ്മളങ്ങനെ നേരെ ഇതിൻ്റെ മുകളിലെത്തി. അമ്മേ, തടാകത്തിൻ്റെ മുകളിലെത്തി. ഇതേ താറാവേ മാത്തു, താറാവ് വരുന്നു. കറക്റ്റിന് കെട്ടി നിർത്തിക്കുക അവര്. എന്തായാലും കൊള്ളാം. നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോസ് ഇഷ്ടം പോലെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. ഇത് ഈ വെള്ള പൂവ് എന്നുള്ളത് നല്ല ബ്യൂട്ടി ആയിട്ടില്ല കാണാനായിട്ട്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ പൂക്കൂട്ട, അതായത് ചുമന്ന അതായത് ബ്ലോസംസ് ആണ് ഇതൊക്കെ. ഞാനൊരു പ്രാവശ്യം ബ്ലോസം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ, ഇതാണ് സംഭവം. ഈ ടൈമിലാണ് ഈ ബ്ലോസം ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവുക. അതെന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്താണ് ചെടികളൊക്കെ പൂത്ത് നല്ല ഭംഗിയുള്ള കളറുകളായിട്ടുള്ള ഇലകളും, മീൻസ് ഇലകളല്ല ഇങ്ങനത്തെ. ഇപ്പം ഈ വെള്ള ഇത് കണ്ടോ, ഇലയില്ല, കംപ്ലീറ്റ് പൂവ് മാത്രമേ ഉള്ളതുമേ. അപ്പോൾ നമ്മളത് ഒരു പ്രാവശ്യം കാണിച്ചു തന്നിട്ട് അങ്ങനെ ഒരു വീഡിയോ, ഈ ബ്ലോസം ഫെസ്റ്റിവലിൻ്റെ. അപ്പോൾ അതിൽ നോക്കി അറിയാൻ പറ്റും നമുക്ക് എങ്ങനെ കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക, കുറേ പിങ്ക് കളറിലുള്ള ഇലകൾ അല്ലെങ്കിൽ പൂക്കൾ, ചുമപ്പ് കളറ്, യെല്ലോ കളറ്, വൈറ്റ് കളറ്, അങ്ങനെയുള്ള എല്ലാ കളറുള്ള ചെടികളും പൂക്കും. ഭയങ്കര ഭംഗി കാണാൻ. വഴിയിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
നല്ല നല്ല ലൊക്കേഷനുകളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ. അപ്പോൾ അങ്ങനെ എല്ലാവരും അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കും, ഞങ്ങളും ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. അതിൻ്റെ ആ വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അതറിയാൻ പറ്റും അതിനെക്കുറിച്ച്. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുത്ത് തകർത്തുന്നു. കണ്ടോ, $10 ഫോർ 30 സ്റ്റംസ്. 30 എണ്ണത്തിന് $10 കൊടുത്താൽ ആണോ? മാത്തുന് വേണോ? പൂ വേണോ? മാത്തുന് പൂ വേണോ? വേണ്ട? മാത്തുന് പൂ വേണ്ട? എന്തു ഭംഗിയല്ല ആ മരം കാണാനായിട്ട്. മരങ്ങളൊക്കെ വരിവരായിട്ട് നിൽക്കണുണ്ടോ? എത്ര മരങ്ങൾ നിൽക്കണ കൂറ്റൻ. 2, 4, 10 മരം, 10-12 മരം ഇങ്ങനെ ഒട്ട ഇലകളില്ലാതെ അസ്ഥി കൂടായിട്ട് നിൽക്കുക. ഇവിടെ ആളീനും അച്ചമ്മയും കൂടി ഫോട്ടോഷൂട്ടാട്ടാ. അപ്പം അങ്ങനെ നമ്മൾ ഡാഫോഡിൽസ് കണ്ടില്ലേ? നമ്മൾ ഡാഫോഡിൽസ് ഫ്ലവേഴ്സ്, അതെന്തൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നമ്മുടെ നാട്ടിലത്തെ കോളമ്പി പൂ പോലത്തെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ ഫ്ലവറുകൾ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് അധികം അന്വേഷിച്ചില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതാണ് സംഭവം. ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ഒന്നുമില്ല, കുറച്ച് ഫ്ലവറുകളുടെ ഒരു തോട്ടം കാണിച്ചു തരാൻ വേണ്ടി വന്നു. അപ്പം അതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. അത് ഷെയർ ചെയ്തു. സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ന്യൂസിലാൻഡിലുള്ള വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. മാത്തു ടാറ്റ കൊടുത്തേ മാത്തു ടാറ്റയ്ക്ക് പറ്റിയ മൂഡിലല്ല. ആൾക്ക് വിശക്കുണ്ടെന്നുകൊണ്ട് കുറച്ച് വെള്ളം കൊടുക്കണം. ഇനി കുറച്ച് നേരെ ഇവിടെ കിടന്ന് നിരങ്ങണം. അപ്പം അങ്ങനെ വിശേഷം. ഓക്കെ, ബൈ ബൈ.